ദേശഭക്തി ഗാനങ്ങളോട് അസഹിഷ്ണുത തുടർന്ന് സിപിഎമ്മും മുഖ്യമന്ത്രിയും എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സർവീസ് ഉദ്ഘാടനത്തിന് വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനം ആലപിച്ചതിൽ പ്രസ്താവനയുമായി മുഖ്യമന്ത്രി ദേശഭക്തിയെയും അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവനയിലൂടെ പുറത്തുവരുന്നത് മുഖ്യമന്ത്രിയുടെ സങ്കുചിത രാഷ്ട്രീയ ചിന്തയെന്ന് ആക്ഷേപം ഉയരുകയാണ്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, ഈ ദേശഭക്തി ഗാനങ്ങളോട് എന്താണ് നമ്മുടെ സിപിഎമ്മിനും മുഖ്യമന്ത്രിക്കുമൊക്കെ ഇത്ര അസഹിഷ്ണുത? തീർച്ചയായും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം ബാംഗ്ലൂരു വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ കന്നി യാത്രയിലാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ രാഷ്ട്രത്തെ പ്രകീർത്തിക്കുന്ന ഗാനം ആലപിച്ചത്. ഈ ഗാനത്തിനെതിരെയാണ് സിപിഎം മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇപ്പോൾ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഗാനം ആലപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചതോടുകൂടി ഇടത് സൈബർ ഇടങ്ങളും ഇത് ഏറ്റെടുത്തു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇവിടെ എവിടെയാണ് വർഗീയപരമായ പരാമർശമുള്ളത് എന്നത് തന്നെയാണ് വലിയൊരു ചോദ്യമായി ഉയരുന്നത്. പ്രധാനമായും ആവിഷ്കാര സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ ഉണ്ട്, അതിനുവേണ്ടി വാദിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത് എന്നത് തന്നെയാണ്. RSS BJP ഉൾപ്പെടെ ഇതിനെ രാഷ്ട്രീയപരമായി ചിത്രീകരിക്കുന്നു എന്നൊരു പ്രസ്താവനയുമായാണ് മുഖ്യമന്ത്രി രംഗത്തെത്തിയത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പ്രധാനമായും ഈ വന്ദേ ഭാരത് കേരളത്തിന് എത്രമാത്രം ഗുണകരമാണെന്നൊന്നും പ്രകീർത്തിക്കുവാൻ ആ പ്രസ്താവനയിൽ എവിടെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചില്ല എന്നത് തന്നെയാണ്. ആ ഗാനം അല്ലെങ്കിൽ ആ ഗാനം ആലപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും രാഷ്ട്രത്തെ പ്രകീർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ രാഷ്ട്രത്തിന്റെ നേട്ടങ്ങൾ ശ്രീനാരായണ ഗുരുവിനെയും ഭഗത് സിംഗിനെയും അതോടൊപ്പം തന്നെ രാമകൃഷ്ണനെയും രാമദാസിനെയും ഒക്കെ തന്നെ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. ആ നവോത്ഥാന നായകരെയൊക്കെ തന്നെയും ഓർത്തുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണമെന്ന രാഷ്ട്രഭക്തി അല്ലെങ്കിൽ രാഷ്ട്രത്തിനെ പ്രകീർത്തിക്കുന്ന ആ ഗാനത്തെയാണ് ഇപ്പോൾ വർഗീയപരമായി ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ഗാനം ഇത്തരത്തിൽ ഒരു പൊതുവേദിയിൽ അല്ലെങ്കിൽ ദക്ഷിണ റെയിൽവേയുടെ ഒരു പരിപാടിയിൽ പാടി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ പ്രസ്താവനയിൽ പറയുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു കഴിഞ്ഞു രാഗി. അതായത് രാഷ്ട്രീയപരമായി ഇത്തരത്തിൽ ചിത്രീകരിക്കാൻ ശ്രമം നടത്തുന്നതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളത് രാഗി. ശരി ദിസ്ന, ദേശഭക്തി ഗാനങ്ങളോട് സിപിഎമ്മും മുഖ്യമന്ത്രിയും അസഹിഷ്ണുത തുടരുകയാണ്. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സർവീസ് ഉദ്ഘാടനത്തിന് വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനം ആലപിച്ചിരുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ദേശീയതയെയും ദേശഭക്തിയെയും അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവനയിലൂടെ മുഖ്യമന്ത്രിയുടെ സങ്കുചിത രാഷ്ട്രീയ ചിന്തയാണ് പുറത്തുവരുന്നത് എന്ന ആക്ഷേപം ശക്തമായി ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. ദിസ്ന സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.